റീത്തയുടെ ചതി അലീനയെ അറിയിച്ച് സഹോദരി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീന ഒരുപാട് പേരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് തന്നെ നമ്മുടെ റീത്തയാണെങ്കിൽ ഒരുപാട് പണികൾ അലീനയ്ക്ക് വയ്ക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അലീന ഒരു നേരം പോലും മനസ്സമാധാനമായിട്ട് ആ വീട്ടിലിരിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കുളിരായ്മകൾ റീത്ത ചെയ്യുന്നുണ്ട് എന്ന് കാണാം. പൗലോസിനോട് പറയുന്നുണ്ട്, വീണ്ടും ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, എടാ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ, നീ ഒന്ന് സഹായിക്കോടാ എന്ന് ചോദിക്കുമ്പോൾ, എന്നെക്കൊണ്ട് പറ്റില്ല ചേച്ചിയെ, എന്നെ പറഞ്ഞു വിടുമെന്നാണ് കേണൽ സാബ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെയും പറഞ്ഞു, അലീനയുമായിട്ട് വഴക്കിന് പോകരുത്, അവളെ വേദനിപ്പിച്ചാൽ നല്ല തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന്. ഉള്ള ജോലി കളയാണ്ട് ചേച്ചിയുടെ പാട് നോക്കാനായിട്ട് പൗലോസ് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ വേറെ ഒരു വഴിയില്ലാത്തതിനാൽ നമ്മുടെ റീത്തയാണെങ്കിൽ തന്ത്രപൂർവ്വം തൻ്റെ സഹോദരങ്ങളെയും കൂടാതെ തന്നെ സ്റ്റാലിയുടെ മക്കളെയും കളത്തിലേക്ക് പതിയെ ഇറക്കുകയാണ് എന്ന് കാണാം. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, സ്വത്തുക്കളൊന്നും എവിടെയും പോകാതെ, സ്വത്തുക്കൾക്കൊന്നും യാതൊരു അവകാശവുമില്ലാതെ സ്വത്ത് അങ്ങനെ നിൽക്കണം, എന്നാൽ മാത്രമേ തൻ്റെ കൈകളിലേക്ക് വരികയുള്ളൂ എന്നുള്ള ആ കാര്യം നമ്മുടെ റീത്ത മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ലെങ്കിലും റീത്ത അവരുടെ മനസ്സിൽ അത് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് സ്വത്ത് കിട്ടിയാൽ റീത്തയ്ക്ക് കിട്ടിയ മാതിരിയാണല്ലോ. കാരണം റീത്തയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും റീത്താമ്മയെ എതിർത്ത് ഒന്നും പറയുന്നില്ല കേട്ടോ. അവർക്കിടയിൽ ചെറിയൊരു ഭിന്നതകളുണ്ട്. റീത്താമ്മ അവരെ ഭരിക്കുന്നത് ചില നേരത്ത് അവർക്ക് പിടിക്കുന്നൊന്നുമില്ലെങ്കിലും നമ്മുടെ റീത്താമ്മയെ അമ്മ അനുസരിക്കുന്നത് കൊണ്ട് തന്നെ, റീത്താമ്മ കുറേ സഹായിച്ചിട്ടുണ്ടെന്ന് എൽസി പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ റീത്താമ്മയെ അനുസരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റീത്ത സ്റ്റാലിനെ പൊളിക്കാനായിട്ട് തൻ്റെ സഹോദരങ്ങളെ പറഞ്ഞു വിടുകയാണ്. സ്റ്റാലിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒടുവിൽ അവർ വന്നെത്തുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയുടെ സഹോദരൻ വന്ന് സ്റ്റാലിയോട് ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മകളാണെന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മര്യാദയ്ക്ക് പുറത്താക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അധികം ശരിയാവുകയൊന്നുമില്ല, മര്യാദയ്ക്ക് പുറത്താക്കിക്കോ. എൻ്റെ സഹോദരിക്ക് അർഹതപ്പെട്ടതൊന്നും ഇവൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ സമ്മതമൊക്കെ ആർക്ക് വേണമെടാ, നീ തീർച്ചയായിട്ടും വേണം എൻ്റെ മുൻപിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പോകണമെന്ന് പറയുന്നു. എൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നീയൊന്നുമല്ല, മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ഇത് പറയുന്നത് കൊണ്ട് തന്നെ സഹോദരൻ പറയുന്നുണ്ട്, ചേട്ടനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോവാണ്. കൂടാതെ അത് റീത്തയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. ആര് ഭീഷണിപ്പെടുത്തിയിട്ടും സ്റ്റാലി ചേട്ടായി കേൾക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇനി എന്താ വഴി റീത്ത ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ് റീത്ത. ഇവിടെയാണെങ്കിലോ സ്റ്റാലി അലീനയെ സ്നേഹം കൊണ്ട് മൂടുകയാണ് എന്ന് കാണാൻ സാധിക്കും. അലീന സ്റ്റാലിന് ഒരു ഭാരമാവാതിരിക്കാനും ഇറങ്ങിപ്പോവാനും തീരുമാനിക്കുമ്പോൾ സ്റ്റാലി അലീനയോട് പറയുകയാണ്,
നീ എവിടേക്കും പോകേണ്ട ആവശ്യകതയോ കാര്യമോ ഒന്നും തന്നെയില്ല. ഈ പപ്പയ്ക്ക് നിന്നെ ജീവന് തുല്യം ഇഷ്ടമാണ്. ഈ പപ്പയ്ക്ക് നിന്നെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് പറയുന്നു. നിന്നെപ്പോലെ ഒരു മകളെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. എനിക്ക് കിട്ടിയ മക്കളെല്ലാം എന്നെ ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടം പ്രകാരം, അവരുടെ ഇഷ്ടമല്ലെങ്കിലും ആ റീത്താമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇഷ്ടപ്രകാരം പോയതാണ് എന്ന് പറയുന്നു. അതുമുതൽ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഈ പപ്പ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. ഒറ്റപ്പെട്ട ജീവിതം തനിക്ക് സമ്മാനിച്ചത് ഈ നായ്ക്കളെയാണ് എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹവും നന്ദിയും കാണിക്കുന്ന ജീവി അത് നായ തന്നെയാണല്ലോ എന്ന് സ്റ്റാൻലി പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ നീയെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ നിന്നെ എൻ്റെ കൂടെ നിർത്തണം, സ്നേഹിക്കണമെന്ന് വിചാരിച്ചത് വേറെ ഒന്നുകൊണ്ടുമല്ല. എന്നെ ഉപേക്ഷിച്ച് പോയ മക്കളെക്കാളും നീ എന്നെ സ്നേഹിക്കുമെന്നും നീ എനിക്ക് പ്രാധാന്യം തരുമെന്നും എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്വീകരിച്ചത്. പപ്പയെ ഈ മോൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം പപ്പയെ എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ പപ്പയുടെ ജീവിതത്തിൽ പപ്പയുടെ വീട്ടുകാരുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായി നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല മോളെ, അവരൊക്കെ അതേപോലെ പൊക്കോളും. ഇതേ ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ്, ഇതേ ഞാൻ പണിത വീടാണ്, അല്ലാതെ അവരാരും നമുക്ക് തന്നതൊന്നുമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നിൽക്കവേ സ്റ്റാൻലിയുടെ മകൾ വന്ന് നിൽക്കുകയാണ്. മകളാണെങ്കിൽ ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി മകളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇതുവരെയും നീ ഇങ്ങനെ ഒരു പപ്പയെ ആവശ്യമുണ്ടെന്ന് തോന്നാതെ സ്വത്തിന് വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സഹോദരിയാണ് എന്ന് അലീന തിരിച്ചറിയുന്നത്. അതായത് ഇത് തൻ്റെ അടുത്ത സഹോദരിയാണെന്ന് അലീന മനസ്സിലാക്കുകയാണ്. തുടർന്ന് തന്നെ എന്തിനു വേണ്ടിയാണ് പുറത്താക്കുന്നതെന്ന് അലീന സഹോദരിയോട് ചോദിക്കുമ്പോൾ റീത്താമ്മ പറഞ്ഞു എന്ന് പറയുന്നു. റീത്താമ്മ കാരണമാണ് ഇപ്പോൾ നിങ്ങളുടെ പപ്പ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നത്. ആ കാര്യം മറക്കേണ്ടതില്ല എന്ന് പറയുന്നു. വേറെ എന്തൊക്കെ പറഞ്ഞു റീത്താമ്മ എന്ന് ചോദിക്കുകയാണ് അലീന. ഒടുവിൽ റീത്താമ്മയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സഹോദരി പറയുന്നു അലീനയുടെ അടുത്ത്. ഇതേ സമയം ഒരു വഴി അലീന മനസ്സിൽ കാണുന്നു റീത്താമ്മയെ മുട്ടുകുത്തിക്കാനായിട്ട്. എന്തായാലും പപ്പയ്ക്ക് നഷ്ടപ്പെട്ട ജീവിതം അവരെ കൊണ്ട് തന്നെ തിരികെ കൊണ്ടുവരിക്കാനായിട്ട് അലീന കളത്തിലിറങ്ങുകയാണ് കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്